മെയ് 20 ബിപിൻ ചന്ദ്രപാൽ ചരമദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവവീര്യത്തിൻ്റെ പ്രതീകമായിരുന്ന ബിപിൻ ചന്ദ്രപാൽ 1932 മെയ് 20 അന്തരിച്ചു. 1858 നവംബർ 7 ഇന്നത്തെ ബംഗ്ലാദേശിലെ സിൽഹറ്റ് ജില്ലയിലുള്ള പൊയൽ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ചെത്തി 1886 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1905 ബംഗാൾ വിഭജനം അദ്ദേഹത്തെ ഒരു തീവ്ര ദേശീയവാദിയാക്കി. കോൺഗ്രസിലെ മിതവാദികളുടെ അപേക്ഷാ രാഷ്ട്രീയത്തിന് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ലാല ലജപത് റോയ്, ബാലഗംഗാധര തിലക് എന്നിവരുമായി ചേർന്ന് ഗരംദൾ എന്ന തീവ്ര ദേശീയവാദി വിഭാഗം രൂപീകരിക്കുകയും ചെയ്തു. ഈ സഖ്യത്തെ ചരിത്രത്തിൽ ലാൽ ബാൽ പാൽ സഖ്യം എന്ന് വിളിക്കപ്പെട്ടു. ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഉണർത്തിയ ബിപിൻ ചന്ദ്രപാൽ 1932 മെയ് 20 അന്തരിച്ചു. ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നാണ് അരവിന്ദ ഘോഷ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി. പോർട്ടുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് കടൽത്തീരത്തെത്തിയത് 1498 മെയ് 20 പോർട്ടുഗീസ് രാജാവായ ഡോം മാനുവലിൻ്റെ അനുവാദത്തിലും നിർദ്ദേശത്തിലും 170 നാവികർക്കൊപ്പം 4 നൗകകളിലായി 1497 ജൂലൈ 8 യാത്ര തിരിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ മുനമ്പ് കടന്നാണ് ഇന്ത്യയിൽ എത്തുന്നത്. കാപ്പാട് കപ്പലിറങ്ങി കോഴിക്കോട് സാമൂതിരിയെ കാണുകയും നികുതി കൊടുത്ത് കച്ചവടം ചെയ്യാൻ സാമൂതിരി അനുവാദം കൊടുക്കുകയും ചെയ്തു. കോഴിക്കോട് വ്യാപാരമുറപ്പിച്ച പോർട്ടുഗീസുകാർ കൊച്ചി, കണ്ണൂർ, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും കോട്ട കെട്ടി വാണിജ്യം വ്യാപിപ്പിക്കുകയും പല രാജാക്കന്മാരോടും സന്ധി ഉണ്ടാക്കിയും പലരോടും യുദ്ധം ചെയ്തും ഇവിടെ 160 വർഷക്കാലത്തോളം കാലം അവരുടെ ആധിപത്യം നിലനിർത്തി. 1498 ആദ്യമെത്തിയത് കൂടാതെ വീണ്ടും 2 പ്രാവശ്യം കൂടി കേരളത്തിലെത്തിയ വാസ്കോ ഡ ഗാമ മൂന്നാമത്തെ വരവിൽ 1524 കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞു. 1663 ഡച്ചുകാർ പോർട്ടുഗീസുകാരുടെ കൊച്ചി കോട്ട കീഴടക്കുന്നതോടെയാണ് ഇവിടെ പോർട്ടുഗീസ് വാഴ്ച അവസാനിക്കുന്നത്. പിണറായി വിജയൻ തുടർച്ചയായി 2ാമത് കേരള മുഖ്യമന്ത്രിയായി. കേരള ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാരിന് തുടർഭരണം ലഭിച്ച് പിണറായി വിജയൻ തുടർച്ചയായി 2ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് 2021 മെയ് 20 നാളതുവരെ ഓരോ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വിജയിച്ച് ഭരിക്കുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇടതുപക്ഷ ഗവൺമെൻറ് 2021 തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയും പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2ാം തവണയും 5 വർഷം പൂർത്തീകരിച്ച പിണറായി വിജയനാണ് തുടർച്ചയായി 2 തവണ കേരള മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയും തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയും. 3 തവണയായി 11 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി.